എറണാകുളം പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടുകാരും തമ്മിലുള്ള സംഘർഷത്തിൽ അടിയന്തര യോഗം വിളിച്ച് എറണാകുളം റൂറൽ SP ജനകീയ സമിതി പ്രവർത്തകരും യോഗത്തിനെത്തി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഭായി കോളനിയിൽ പട്രോളിംഗ് ശക്തമാക്കാനാണ് യോഗത്തിലെ തീരുമാനം. പട്രോളിംഗിന് ജനകീയ മുന്നണിയുടെ സഹായം ആവശ്യമെങ്കിൽ തേടാനും ധാരണയായി. ലഹരിക്കെതിരെ ജനങ്ങളുടെ കൂട്ടായ്മകൾ നല്ലതാണെങ്കിലും അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെന്ന് SP പറഞ്ഞു. വ്യക്തമാക്കി. ഈ പ്രദേശത്ത് കഴിഞ്ഞ 2-3 വർഷത്തെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ലഹരി വ്യാപനത്തിലും വിപണനത്തിലും ഉപയോഗത്തിലും ഗണ്യമായിട്ടുള്ള വർധനവുണ്ടായിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. 2023 ഇരട്ടി കേസുകൾ 2024 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 ആയപ്പോൾ അതിൻ്റെ ഡബിൾ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹ്യൂജ് ക്വാണ്ടിറ്റി ഡ്രഗ്സ് സീസ് ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ വിപത്തിനെ പരിപൂർണമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും എല്ലാ ആളുകളുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം പെരുമ്പാവൂർ ഭായി കോളനിയിൽ പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി. ലഹരി ഉപയോഗം വ്യാപകമാണെന്ന പരാതിയെ തുടർന്ന് എക്സൈസും പരിശോധന നടത്തിയിരുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, നാട്ടുകാരുടെ വലിയ പരാതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അവിടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അവിടെ സമയത്ത് താമസിക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്, സംശയമില്ല. ഇനി ആ മേഖലയിൽ ആ തരത്തിലുള്ള ശ്രദ്ധ ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത, ഇവിടെ പെരുമ്പാവൂരിൽ ഭായി കോളനി എന്ന പേരിൽ തന്നെയാണ് ഈ പ്രദേശം തന്നെ അറിയപ്പെടുന്നത്. കാരണം കൂടുതലും ഈ അതിഥി തൊഴിലാളികളാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരുടെ ഒരു താമസ സ്ഥലം കൂടിയെല്ലാമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടുകാരുടെ ഒരു പരാതിയായി ഉയർന്നു വരുന്നത് ഈ മേഖലയിൽ ലഹരി ഉപയോഗം, അതിൻ്റെ വ്യാപനം, വിതരണം ഇതെല്ലാം തന്നെ വ്യാപകമാകുന്നു. അതുമാത്രമല്ല, മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം ഇവിടെ നിന്ന് ഉണ്ടാകുന്നതായി പരിസരവാസികൾ പറയുന്നുണ്ട്. പലതും പോലീസ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിരവധിയായ പരാതികൾ വരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും തന്നെ ഇവിടെ നിന്ന് തൊഴിലാളികളായി എത്തിയ പലരും തന്നെ പല ക്രിമിനൽ കേസുകളിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പലരെയും അങ്ങനെ ആ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. ഇവിടെ കുറ്റകൃത്യങ്ങളിൽ പലരും തന്നെ ഇതിൽ പങ്കാളികളായി മാറുന്ന എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നതുമാണ്. അപ്പോൾ നാട്ടുകാരുടെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുന്ന് ആവശ്യം ഇവിടെ നടപടികൾ കർശനമാക്കണം, ഇവിടെ പരിശോധനകൾ കർശനമാക്കണമെന്നതാണ്. കാരണം ഈ ശുചിത്വമില്ലായ്മ വലിയൊരു വിഷയമാണ്. നിരവധി പേരാണ് ഒരു വീടുകളിൽ പലയിടങ്ങളിലായിട്ട് താമസിക്കുന്നത്. ഇവിടെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള പല ഈ പ്ലൈവുഡ് കമ്പനികളിൽ മറ്റ് ചില ചെറിയ ജോലികൾ ചെയ്ത് ഇവിടങ്ങളിലെല്ലാം തന്നെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്കെല്ലാം താമസയിടം ഒരുക്കി കൊടുക്കുന്നത് മലയാളികൾക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കുറഞ്ഞ സൗകര്യങ്ങളിലേക്ക് ഇവർ വളരെ തുച്ഛമായ വാടകയ്ക്കെല്ലാം തന്നെ വരുമ്പോൾ ശുചിത്വവും കാര്യങ്ങളും എല്ലാം തന്നെ പ്രശ്നമാണ്. പലപ്പോഴും സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പരാതികൾ ഒരുപാടാകുന്നു. ഏറ്റവും പ്രധാനം ഈ ലഹരി മരുന്ന് വിൽപ്പന, അതിൻ്റെ ഉപയോഗവും വിതരണവും ഇതെല്ലാം തന്നെ കൂടുന്ന സാഹചര്യത്തിലാണ് പരാതിയുമായി വരുന്നതും. നാട്ടുകാരുമായി പലപ്പോഴും തന്നെ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു. ഈ രീതിയിലേക്ക് പോവുകയും പോലീസിന് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ അവിടെ ഒരു തദ്ദേശ സ്വയംഭരണ ഭാരവാഹിയുടെ സ്ഥാപനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ ഭരണത്തിലിരിക്കുന്ന ഒരാളുടെ ഭർത്താവിനെയാണ് കേസിലെ പ്രതി ചേർക്കുകയും ചെയ്തത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുക ഇപ്പോൾ റിമാൻഡിലുമാണ്. ഇതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ റൂറൽ SP യുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും ഇത്തരം പരിശോധനകൾ കർശനമാക്കാൻ അവർ തീരുമാനിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഴക്കുളം പഞ്ചായത്തിൻ്റെയും സമീപ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം അവിടെ പരിശോധന നടത്തുന്നു. ഒപ്പം എക്സൈസ് പരിശോധന നടത്തുകയും ചെയ്തു. ഇവിടെ പോലീസിൻ്റെ നിരന്തരമായ പരിശോധനകൾ ഇനി ഉണ്ടാകുമെന്നാണ് നാട്ടുകാരോട് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് പോലീസ് നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട്. അത് ജനകീയ കൂട്ടായ്മകളാകാം ലഹരി വ്യാപനത്തിന് തടയാൻ, അതെല്ലാം തന്നെ നല്ലതാണ്. പക്ഷെ അതൊരിക്കലും നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുത്, ആരെയും കയ്യേറ്റത്തിന് മുതിരരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SP പറഞ്ഞത്. കാരണം അവിടെ വ്യാപകമായിട്ട് ഈ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഈ പലയിടത്തും തന്നെ പരസ്യമായിട്ട് തന്നെ എഴുതി ഇടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. കാരണം ഇവരോടുള്ളൊരു മുന്നറിയിപ്പ്, അതിഥി തൊഴിലാളികളോടുള്ള ഒരു മുന്നറിയിപ്പ്, ഇവിടെ ലഹരി ഉപയോഗവും കാര്യങ്ങളുമെല്ലാം നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ അതിനെ കർശനമായി നേരിടും എന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ, ചിലപ്പോഴെല്ലാം നിങ്ങൾ ഇവിടം വിട്ട് പോകണമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്.
പറയുന്നത്. ഏതായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ MLA-മാർ കുന്നത്തുനാടിൻ്റെയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൻ്റെയും MLA-മാരടക്കം അവിടെ സന്ദർശനം നടത്തുകയും ഇവിടെ പല വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് ചർച്ചകളടക്കം നടക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം പോലീസ് കാര്യമായി ഇടപെടുന്നില്ല എന്നൊരു പരാതിയും ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് തീർക്കാനെന്ന് വേണമാണ് ഇപ്പോൾ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് വരികയും പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഏതായാലും ഇനി നടപടികൾ കർശനമാക്കി മുന്നോട്ട് പോകുമെന്നൊരു ഉറപ്പാണ് ജനങ്ങൾക്ക് പോലീസ് നൽകുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ വലിയ രീതിയിലുള്ള സ്വാരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളിപ്പോഴും പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, കൃത്യമായ നടപടികളില്ല എങ്കിൽ ഇത് ഇനിയും തന്നെ തുടരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ മയക്കുമരുന്നുകളുടെ വിൽപ്പന, പ്രത്യേകിച്ച് കഞ്ചാവിൻ്റെ വിൽപ്പന വലിയ രീതിയിലുള്ളതാണ്. അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇത് രണ്ടിനും തടയിടാൻ പോലീസിൻ്റെ കർശനമായ നടപടികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതാണ് സാഹചര്യം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഡാനി, മറ്റൊന്ന്, ഈ മേഖല നമുക്കറിയാം, ഈ മേഖല നേരത്തെ തന്നെ പ്രശ്നം ബാധിത മേഖലയാണ്. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയാണ്. വൃത്തിശൂന്യമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ കഞ്ചാവിൻ്റെ ഉപയോഗവും മറ്റും കാര്യമായി ഇവിടെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ നാട്ടുകാരുടെ പരാതിയായി ഉള്ള കാര്യമാണല്ലോ. അവിടെയൊന്നും അടിയന്തര ശ്രദ്ധ ഈ ഭരണാധികാരികളുടെയും പ്രാദേശിക ഭരണകൂടത്തിൻ്റെയും ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന കോൺട്രാക്ടർമാർ, ഇപ്പോൾ സ്ഥലമുടമകളായാലും ബിൽഡിംഗ് ഓണേഴ്സ് ആയാലും ഒന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണോ? 100% ശരിയാണ് രഞ്ജിത്ത്. കാരണം രഞ്ജിത്ത് പറഞ്ഞത് തന്നെയാണ് വാസ്തവം. ഈ സ്ഥല ഉടമകൾ എന്നെല്ലാം പറയുന്നത് കെട്ടിടങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് അവിടെ താമസിക്കാൻ ഇവർ തയ്യാറാകുന്നു എന്നത് അവരുടെ ഒരു വേതനവും കാര്യങ്ങളുമെല്ലാം, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ഇതിന് മോശമായ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരൊക്കെ ആയതുകൊണ്ടാവാമെന്ന് തോന്നുന്നു. കാരണം അവരത് കിട്ടുന്ന സ്ഥലത്ത് ആ പരിമിതികൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ സോളാർ പാനൽ വെച്ചതിന് കീഴേ പോലും ഇവർ ഇവിടെ അന്തിയുറങ്ങുന്നു എന്നതെല്ലാം തന്നെ. കാരണം അതിനൊരു വാടക നിശ്ചയിച്ച് കുറഞ്ഞ വാടകയിൽ അവരവിടെ ഉറങ്ങുന്നു. പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഒരു സ്ഥല സൗകര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ഒരുക്കി നൽകേണ്ടതില്ല എന്നെല്ലാമാണ് പറയുന്നത്. ഇവർക്ക് ശുചിമുറിയോ അതിൻ്റെ ഒരു വൃത്തി ഉള്ള ഒരവസ്ഥ ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ പരിസരമാകെ മലിനമാകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ അവിടെ ഒഴുകുന്ന ഈ ചെറിയ തോടുകളെല്ലാം ഉണ്ട്, അതെല്ലാം തന്നെ ജലസേചനത്തിന് ഉപയോഗിക്കുന്നു. പക്ഷേ ഇതുവഴി ഈ കോളനി വഴി അത് കയറി ഇറങ്ങി പോകുന്ന അവസ്ഥയെല്ലാം ആ ഭാഗങ്ങളെല്ലാം അവിടെ കൊണ്ട് അത് വൃത്തിഹീനമാവുകയാണ്. വലിയ രീതിയിൽ അത് മോശമാക്കപ്പെടുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ ഈ ചെറുതോടുകളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഒരു സൗകര്യവുമില്ല. ഈ ആളുകൾ കൊണ്ട് താമസിപ്പിക്കുന്ന കരാറുകാരൊന്നും ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ളൊരു ആശങ്കകളോ ആലോചനകളോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇവരും വന്നിരിക്കുന്ന തൊഴിലാളികളും ഇതെല്ലാം അവർക്ക് ഒരു പരിമിതമായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് മതി എന്ന രീതിയിലേക്ക് അവരും പോകുന്നു. പക്ഷേ ഏറ്റവും വലിയ വിഷയം ഈ വൃത്തിയേക്കാൾ വൃത്തിയ ഒരു വിഷയം തന്നെയാണ്. കാരണം സാംക്രമിക രോഗങ്ങളടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞിടെയാണ് ഈ കുഷ്ഠരോഗമടക്കം ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ വന്നു. മറ്റ് സാംക്രമിക രോഗങ്ങൾ വരുന്നു. ഒപ്പം തന്നെയാണ് ഈ ലഹരി മരുന്നുകളുടെ വ്യാപനം വലിയ രീതിയിൽ ആളുകൾ ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് വരുന്നു. ഇവിടെ വന്ന പലരും ലഹരി മരുന്നുകൾ വാങ്ങിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുണ്ട് എന്ന പരിസരത്തുള്ളവർ പറയുമ്പോൾ ഓർക്കുക, ആ മേഖല എത്ര കണ്ട് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇതിൽ കൃത്യമായ രീതിയിൽ പോലീസ് ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് നേരിട്ടിടങ്ങി ഇത്തരം ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കേണ്ടി വന്നതും ഇത്തരം വിപണനക്കാരെ അവർക്ക് നേരിടേണ്ടി വന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.